നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി മിച്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഓരോ വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളി ഒരു മിച്ചറാണിത്. നമ്മൾ സാധാരണ വീഡിയോ കാണുന്ന കൂട്ടല്ല ഈ മിച്ചർ. ഇത് പ്രത്യേകം നമ്മൾ സ്പെഷ്യൽ മിച്ചറാണ്. ഇത് നിങ്ങളൊരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം ഒരു സഹോദരനെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1/2 കിലോ കടലമാവ്, 50 ഗ്രാം അരിപ്പൊടി, 200 ഗ്രാം പച്ചക്കപ്പരണ്ടി, 200 ഗ്രാം കടലപ്പരിപ്പ്, പിന്നെ സോഡാപ്പൊടി, കളർ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് 2-3 ഐറ്റം ഇവിടെ വേണ്ടി വരും. അത് പുറകാലെ പറഞ്ഞുതരാം. ആദ്യം തന്നെ 100 ഗ്രാം കടലമാവ് എടുക്കുക. അതിനകത്തോട്ട് 1/4 ടീസ്പൂണ് താഴെ റെഡ് കളറ് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് താഴെ ഉപ്പ്, പിന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് സ്പൂണിന് 1/4 ടീസ്പൂണ് സോഡാപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ലൂസായിട്ട് മിക്സ് ചെയ്യണേ. നല്ല ഇതായിട്ട് മിക്സ് ചെയ്യരുത്, കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്യുക. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഇപ്പോൾ കാണാം, അത് ആ രീതിയിൽ മിക്സാക്കി എടുക്കുക. വേണ്ട ഇതുപോലെ കുറച്ച് ലൂസായിട്ട് മിക്സാക്കി എടുക്കുക. കണ്ടല്ലോ. നമ്മുടെ ബാക്കിയിരിക്കുന്ന കടലമാവ് എടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുക. എന്നിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്പൂണിന് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, എന്നിട്ട് അരിപ്പൊടിയോട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല, അതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക. ഇതേമാതിരി 3-4 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കുഴക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചപ്പാത്തിക്ക് വെള്ളം ഒഴിച്ച് കുഴക്കുന്നതോട്ട് കുഴച്ചാലും മതി. അപ്പോൾ നമുക്ക് മാവ് റെഡിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരുന്ന മാവുണ്ടല്ലോ, അതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചതിന് ശേഷം എടുക്കുക. ഇതേമാതിരി ഗ്ലാസ്സിലെടുക്കുക. ഈ ചെറിയ കണ്ണാപ്പ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കാണുന്നത്, അതിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഫസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പേര് പൂന്തി എന്നാണ്. നിങ്ങളുടെ അവിടെ എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ പൂന്തി എന്നറിയപ്പെടുന്നത്. ഇത് തന്നെ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ ചെറിയ ചെറിയ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോഴേ, സൈഡിൽ തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഈ മാവ് വീണുകൊണ്ടിരിക്കും. നമുക്കിത് പൂന്തി റെഡിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് പൊട്ടുകടല ഉണ്ടല്ലോ, നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന കടല ഉണ്ടല്ലോ, അതിന് പൊട്ടുകടലയും വറുത്ത കടലയും എന്നൊക്കെ പറയും. അതിലോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. ഇത് വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. വേണ്ട ഇപ്പം ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കപ്പലണ്ടി വറുത്തെടുക്കേണ്ടതാണ്. അന്നേരം കപ്പലണ്ടി വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ തെറിക്കും. അന്നേരം അതൊന്ന് ശ്രദ്ധിച്ചോണം. അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മറ്റേ പൊട്ടുകടലയും പൂന്തിയും വറുത്ത് വെച്ചിട്ടില്ല, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാവരും എടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി, എന്നിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും 3 ഐറ്റം ഇട്ടിട്ട് നമ്മൾ ഈ ഫസ്റ്റ് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പൊട്ടുകടലയും ഈ പൂന്തിയുടെ മിക്സ് ചെയ്ത് നല്ലോണം എടുക്കുക. സേവനാഴി എടുത്ത് അതിനകത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചിട്ടതിന് ശേഷം മാവ് നിറച്ച് നമ്മൾ ഇതേപോലെ പീച്ച് കൊടുക്കുക. ഇതുമാതിരി പീച്ച് കൊടുക്കുക. ഞങ്ങളുടെ ഇവിടെ സേവനാഴി എന്ന് പറയും, നിങ്ങളുടെ അവിടെ എന്ത് പറയുമെന്ന് അറിയത്തില്ല. ഇടിയപ്പത്തിൻ്റെ ആ ഇതുണ്ടല്ലോ പീച്ചെന്ന്, അത്. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ, തൊലി കളയാതെ 10-15 അല്ലി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഇതേപോലെ ഒന്ന് വറുത്ത് കോരേണ്ടതാണ്. അതിനുശേഷം നമ്മൾ കരിയാപ്പില ഇട്ട് വറുത്ത് കോരണം. ഇതേപോലെ കറിയാപ്പില എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരണം. പിന്നെ ഈ വെളുത്തുള്ളിയും കരിയാപ്പിലയും ഈ കപ്പലണ്ടിയൊക്കെ വറുക്കുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം, എണ്ണ തെറിച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് 3 ഐറ്റം വറക്കുന്നുണ്ട്. ആ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സർ എടുത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക.
നിങ്ങൾ വിചാരിക്കും ഈ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഒരു വലിയ ജോലിയാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീട്ടിൽ. അതേപോലെ 1 കിലോ ഒക്കെ ഉണ്ടാക്കാനും വലിയ പൈസ ഒന്നും ആകത്തില്ല ഇത്. നമ്മൾ കടയിൽ നിന്ന് പോയി മേടിക്കുമ്പോൾ ഒരു ചെറിയ പാക്കറ്റിന് തന്നെ 40 രൂപ 50 രൂപ ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റോടെയും നമ്മൾ നല്ല വൃത്തിയായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമെന്ന് നല്ല ടേസ്റ്റ്. ഞാൻ ഈ പറയുന്ന രീതി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മിക്സറാണിത്. ഇത് നല്ല ടേസ്റ്റാണിത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം. ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 2 ഐറ്റം എടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയും കരിയാപ്പലയും എല്ലാം കൂടെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ മിക്സർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.